ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ. ഏന്തയാറ് പള്ളിയിൽ ചെന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെല്ലാം കണ്ടു കേട്ടോ. അത് പിന്നെ കർത്താവിൻ്റെ കൃപയാൽ അവിടെ നമ്മുടെ കുടുംബാംഗങ്ങൾ ധാരാളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ടോക്കുകളൊക്കെ സ്ഥിരമായിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ നമ്പറൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു. നമുക്ക് 2-3 കാര്യങ്ങൾ അറിയിക്കണം. ഒന്ന്, നമുക്ക് ഡിസംബർ മാസം 14-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണ്. അന്ന് ഞാൻ UK ബർമിംഗ്ഹാം നമ്മുടെ കൺവെൻഷനിലാണെന്ന് നിങ്ങൾക്കറിയാം. UK സെക്കൻഡ് സാറ്റർഡേ. അന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുറവലങ്ങാട് PDM സെന്ററിൽ നമുക്ക് പിന്നെ യുവജനങ്ങൾക്കുള്ള ശുശ്രൂഷയുണ്ട്. അത് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും നമ്മുടെ PDM പ്രദേശം എല്ലാവരും കൂടി ചേർന്ന് അത് ലീഡ് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് യുവജനങ്ങളെ പ്രത്യേകം അതിനുവേണ്ടി വിളിക്കുകയും ബുക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം യുവജനങ്ങൾ ക്ഷണിക്കുന്നത്. വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ കാർഡൊക്കെ ഇട്ടേക്കാം. പിന്നെ നാളെ അമലോത്ഭവദാന്റെ തിരുനാൾ ദിവസമാണ്. ഒരുപാട് പ്രാർത്ഥിച്ചു വരുങ്ങി കേട്ടോ വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കർത്താവിന്റെ ദിവസത്തിൻ്റെയാണ് വിശുദ്ധ കുർബാന. എങ്കിലും അതെല്ലാം ഓർത്ത് അല്ലേ. അപ്പോൾ സഭയിൽ ഇന്നാണ് അതിന്റെ തിരുനാളൊക്കെ കൂടുതൽ ആഘോഷിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് മാതാവിന്റെ പ്രത്യേക ഒരു മാധ്യസ്ഥയൊക്കെ ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, കൃപ ചോദിക്കാം. തിരുനാളിന് മംഗളങ്ങൾ മുൻകൂട്ടി ഇന്ന് തിരുനാളാണ് ശരിക്കും. അതിന് മംഗളങ്ങൾ വിശുദ്ധ അംബ്രോസിന്റെ തിരുനാളാണ് ഇന്ന്. എല്ലാം കൂട്ടി ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹശുശ്രൂഷകരെന്ന് പറയല്ലേ, ഏകോദര സഹോദരൻ എന്ന് പറഞ്ഞേക്കാം. അതുപോലെയാണല്ലോ നമ്മൾ. നിങ്ങളെ ഒരുപാട് പേര് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ദുബായിൽ പല സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടു. 10, 200, 400, 1000 പേർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുന്ന ഒരുപാട് പേര്. ഞാൻ ദുബായിലേക്ക് ചെന്ന സമയത്ത് നമ്മുടെ അടുപ്പമുള്ള ചില കുടുംബം പറയാ, 200 പേരൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് കൺവെൻഷൻ. എന്നിട്ട് അതേ നോക്കിക്കുക, ഞാൻ അയച്ചു കൊടുത്ത് എത്ര പേര് വന്നു. വലിയ സന്തോഷമല്ലേ. കർത്താവിന് വലിയൊരു കാരണം. ഞാൻ അവർക്ക് ഒരു അമ്മച്ചിനെ കണ്ടത് അവർക്കാണ്. അമ്മച്ചി തന്നെ എത്ര പേർക്ക് അയച്ചു കൊടുക്കുമെന്ന് അറിയാമോ? അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ കാണും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം അങ്ങനെയുള്ള എല്ലാ പിന്നെ ഈ വീഡിയോ അനേകരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി മധ്യസ്ഥം പറയുക. എല്ലാവർക്കും വേണ്ടി ഒരു നന്മറം ചൊല്ലി പ്രത്യേകം അവസാനത്തെ ബ്ലെസ് ചെയ്യാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാൻ 20:29 അടിസ്ഥാനപ്പെടുത്തിയ ഗോസ്പൽ ജോൺ ചാപ്റ്റർ 20:29. അനുഭവം ഉണ്ടാകാതെ വിശ്വസിച്ചാൽ ഗ്രേഡ് കൂടും. അല്ലേ, സ്കൂളിലെ ഗ്രേഡ് സിസ്റ്റം ആണല്ലോ അല്ലേ. ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അപ്പം അതിനെ നിങ്ങൾക്ക് ഓൾറെഡി ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈശോ പറയുകയാണ്, അവനോട് പറഞ്ഞു, തോമാസ് ലേഖയോട് പറയുകയാണ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ കണ്ട് വിശ്വസിച്ചു എന്നതൊരു പ്രോബ്ലം അല്ല. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഗ്രേഡ് കൂടും അല്ലേ. പ്രധാനപ്പെട്ട ചിലപ്പോൾ ചില മനുഷ്യര് പറയാറുണ്ട്, എനിക്ക് ധ്യാനത്തിൽ പ്രത്യേകിച്ച് നന്നായി കുമ്പസാരിക്കാൻ പ്രാർത്ഥന പ്രത്യേകിച്ച് ഒരു അനുഭവം ഒന്നും ഉണ്ടായില്ല കേട്ടോ, രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവം ഉണ്ടാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും നമുക്ക് പരിശുദ്ധാനുഭവം വരുമ്പോൾ ശരീരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായൊരു അനോയിന്റിങ് അനുഭവപ്പെടാം. ശക്തമായൊരു അനോയിന്റിങ് വരുമ്പോൾ മനുഷ്യൻ താഴെ പോകാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ പിന്നെ ഈശോ രൂപാന്തരപ്പെട്ട ശിഷ്യന്മാരെല്ലാം താഴെ വീണില്ലേ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്തുനിന്ന് നമ്മുടെ സാവൂള് അല്ലേ, ഒറ്റ മിന്നുള്ളി താഴെ വീഴുകയല്ലേ. അപ്പൊ അതൊക്കെ അനുഭവങ്ങളാണ് അല്ലെ. ശരീരത്തിൽ ചില ശക്തമായ അനോയിന്റിങ് വരുന്നതിന് പ്രകടമായ അടയാളങ്ങൾ വരാം അല്ലെ. ഭാഷാപരം എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ സമ്മതിക്കും. രോഗശാന്തികൾ, എത്രയോ രോഗശാന്തികളാ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ലെങ്കിൽ പോലും അതിന്റെ എല്ലാ അപ്പുറത്ത് ഞാൻ ഈശോയിൽ വിശ്വസിച്ചു അല്ലേ. അതാണ് ദൈവത്തെ ശരണപ്പെടുന്നവർ ദൈവമുണ്ടെന്നും എന്ന് പറഞ്ഞിട്ടാണ് എബ്രായ ലേഖനം വചനം പഠിപ്പിക്കും. അതേപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണപ്പെടാത്തതുണ്ട് അല്ലേ, പ്രത്യാശയൊന്ന് ലഭിക്കും. അതാണ് വിശ്വാസത്തിന്റെ തലമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയുള്ള ഒരു ലെവലിലേക്ക് അങ്ങ് പിടിച്ചാലോ അല്ലേ, നല്ലതല്ലേ അല്ലേ. ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഹല്ലേലൂയ. അതിന്റെ അപ്പുറത്ത് ഒരു സംഗതിയിൽ കയറി പിടിക്കുന്നത് നല്ലതാണ്. അതിൽ കർത്താവിന്റെ വലിയൊരു ഇടപെടലല്ലേ എൻ്റെ സഹോദരങ്ങൾ അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചില മനുഷ്യരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം നടന്ന് ഭയങ്കര അനുഭവമായി. പ്രാചീന കാര്യം നടന്നില്ലേലും നമുക്ക് ഓക്കെ, അതിനൊക്കെ അതിൻ്റെ അപ്പുറത്ത് ദൈവമുണ്ട്, എന്നെ സംരക്ഷിക്കും. അതൊരു ഭയങ്കര വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ കാഴ്ചപ്പാടല്ലേ. അപ്പം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴേ നമുക്ക് സ്ഥിരത കിട്ടുള്ളൂ. അല്ലെ സ്ഥിരതയില്ലാതെ പോയാൽ. അപ്പോൾ അനുഭവം കിട്ടി, കുറച്ച് നേരം സ്ഥിരത, അടുത്ത അനുഭവം കിട്ടി സ്ഥിരത, അല്ലെ അനുഭവം ഒന്നും ഇല്ലാത്തപ്പോഴോ അല്ലേ. അങ്ങനെയല്ല കേട്ടോ.
കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈശോ പ്രത്യേകം ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്താൽ, ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്താൽ ആശീർവദിക്കുന്നു. എല്ലാ പൈശാചിക വീടുകളും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെയും ഇവരെന്ന് കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പ്രാർത്ഥനയാലും വചനത്തരം നിങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തമായ കൃപ കൊണ്ട് നിറയട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ. കർത്താവ് ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരും നിറയട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈശോയെ പ്രത്യേകം ബ്ലസ് ചെയ്യാണ്. എൻ്റെ ഈശോയെ ഏതെങ്കിലും വിധത്തിൽ കർത്താവ് ഈ ഒരു ചെറിയ വാട്സപ്പ് ടോക്ക് കർത്താവ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പ് നേരിട്ടൊക്കെ കിട്ടി അനേകർക്ക് അയച്ചു കൊടുക്കുന്ന ദൈവം അനേകരിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ ഇവർ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവം ഇവർക്ക് ഈ ആശീർവാദം കൊടുക്കാൻ വേണ്ടി എന്നും തുടങ്ങിയാലും എനിക്ക് ഒറ്റ പ്രാർത്ഥന. ഒന്ന്, ഫിലിപ്പിയർ 4:3 വചനപ്രകാരം ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. 2, സ്വർഗത്തിൽ ഇവർക്കെതിരെ എന്തെങ്കിലും കറകള് കട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായിച്ചു കളയണമേ കർത്താവ്. 3, സുവിശേഷ വേല ചെയ്യുന്നവരെ ബൈബിളിൽ എന്തൊക്കെ അനുഗ്രഹം പറഞ്ഞു ഇതെല്ലാം അവർക്ക് കിട്ടട്ടെ കർത്താവേ. വലിയ ദൈവകൃപയാണ്. നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുന്ന നമ്പറെല്ലാം കൂടി വരാനിടവരട്ടെ കർത്താവ്. മടുപ്പൂടാതെ സുവിശേഷ വേലയും കൃപ ലഭിക്കട്ടെ കർത്താവ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.